ഇന്ത്യയുടെ ഇരട്ട എഞ്ചിൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCA യുദ്ധവിമാനത്തിന് ശക്തി പകരുന്ന 120 KN എഞ്ചിൻ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ SA-യും ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റും സംയുക്തമായി ഒരു പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ ഇപ്പോൾ അംഗീകാരം നൽകിയേക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്വാതന്ത്ര്യദിന പരേഡിൽ ജെറ്റ് എഞ്ചിനുകൾ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നീക്കം നടന്നിരിക്കുന്നത്. ഫൈറ്റർ ജെറ്റുകൾക്കായുള്ള എഞ്ചിനുകൾ വികസിപ്പിക്കുക എന്ന നിർണായക ദൗത്യം ഇന്ത്യ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൂചിപ്പിച്ചു. അതായത് 12 വർഷത്തിനുള്ളിൽ സഫ്രാനും GTR-ഉം ചേർന്ന് ഫൈറ്റർ എഞ്ചിനോടെ 9 പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ 120 KN പവർ ഉപയോഗിച്ചാണ് എഞ്ചിനുകൾ വികസിപ്പിക്കുക. എന്നാൽ 12 വർഷത്തെ കാലയളവ് അവസാനിക്കുമ്പോഴേക്കും ഇതിന്റെ ശേഷി 140 KN ആയി ഉയരും. അതായത് ഇന്ത്യൻ IPR പ്രകാരം ഇന്ത്യയിൽ ജെറ്റ് എഞ്ചിനുകൾ വികസിപ്പിക്കും. ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെ 100% സാങ്കേതിക വിദ്യയും സഫ്രാൻ DRDOയ്ക്ക് കൈമാറും. സൂപ്പർ അലോയ്കൾ ഉപയോഗിച്ച് സാധാരണയായി ഒരൊറ്റ ക്രിസ്റ്റലിൽ നിന്ന് നിർമ്മിച്ച എഞ്ചിനിലെ ബ്ലേഡുകളാണിവ. അവ കാര്യക്ഷമവും ദീർഘകാലം നിലനിൽക്കുന്നതും ഉയർന്ന ചൂടും സമ്മർദ്ദവും നന്നായി നേരിടുന്നതുമാണ്. DRDOയ്ക്ക് ഈ സാങ്കേതിക വിദ്യയുമുണ്ട്. പക്ഷേ ഉയർന്ന ശക്തിയുള്ള ജെറ്റ് ഫൈറ്റർ എഞ്ചിനുകൾക്കായി ഇത് രൂപപ്പെടുത്തുന്നത് വ്യത്യസ്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ 2 വർഷമായി സഫ്രാനും DRDOയും സംയോജിപ്പിച്ച് ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുക എന്ന ആശയം ചർച്ചയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദി സർക്കാർ DRDO ഒരു നിർദ്ദേശം കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ഉന്നത തലത്തിൽ പച്ചക്കൊടി കാണിക്കുകയും ചെയ്യും. ഈ 120-140 KN എഞ്ചിൻ ഇന്ത്യയുടെ അഭിലഷണീയമായ പ്രോഗ്രാമായ AMCA അഡ്വാൻസ്ഡ് മൾട്ടി റോൾ എയർക്രാഫ്റ്റിനെ ശക്തി പകരും. ടാറ്റ ഗ്രൂപ്പ്, L&T, അദാനി ഡിഫൻസ് എന്നിങ്ങനെ സ്വകാര്യ മേഖല എല്ലാവരും ഒരുമിച്ച് ദേശീയ ശ്രമത്തിനായി കൈകോർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യൻ സ്വകാര്യ മേഖല വികസിപ്പിച്ച് നിർമ്മിക്കുന്നതായിരിക്കും ഈ എയർക്രാഫ്റ്റ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വിമാന എഞ്ചിൻ വേണം ഇന്ത്യക്ക് എന്നാണ് പറഞ്ഞത്. കാരണം ഒരു ഉന്നത പ്രതിരോധ സാങ്കേതിക വിദ്യയായതിനാലാണ്. അതിൽ കാര്യമായ സിവിലിയൻ ഗുണങ്ങളുമുണ്ട്. അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് സ്വന്തമായി വിമാന എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനുമുള്ള ശേഷിയുണ്ട്. എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് പോലും സ്വന്തമായി ഒരു വിമാന എഞ്ചിനുകളില്ല. കൂടാതെ മുൻനിര യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരാൻ റഷ്യൻ അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എഞ്ചിനുകളാണ് ചൈന ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മുടെ ഇന്ത്യ ആവട്ടെ ഇന്ത്യയുടെ GTR തദ്ദേശീയമായി കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പദ്ധതി ഇതുവരെയും പൂർണ്ണ വിജയത്തിലെത്തിയിട്ടില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ GE ഇന്ത്യക്ക് 212 F404 എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതേപോലെ ഭാരമേറിയ GA414 എഞ്ചിന്റെ സാങ്കേതിക വിദ്യയും കൈമാറും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സാങ്കേതിക കൈമാറ്റം എന്ന് പറയുന്നത് ഏകദേശം 70% മാത്രമാണ്. എന്നാൽ അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ തന്ത്രപരമായ തടസ്സങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ തങ്ങളുടെ വിശ്വസ്ത പങ്കാളിയായ ഫ്രാൻസിനെയാണ് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത്. 36 ഇന്ത്യൻ റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നത് 73 KNM 88 സ്നെഗ്മ എഞ്ചിനാണ്. അതിനാൽ മൾട്ടി റോൾ കോമ്പാക്ട് പ്രോഗ്രാമിനായി 114 അധിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി ദസാൾട്ടിനെ ഇന്ത്യ നോക്കുന്നുമുണ്ട്. 110 KN എഞ്ചിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് അതിന്റെ വികസനം, സഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവ ഇന്ത്യയുടെ തന്ത്രപരമായ തന്ത്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. കാരണം പവർ പ്രൊജക്ഷനായി എഞ്ചിനും യുദ്ധവിമാനങ്ങളും നൽകാൻ ഇന്ത്യൻ വ്യോമസേന ഒരു മൂന്നാമത്തെ രാജ്യത്തെയും ഇനി ആശ്രയിക്കില്ല. അതേപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇനി അവരുടെ വിമാനവാഹിനി കപ്പലിൽ സ്ട്രൈക്ക് ഫോഴ്സിനായി കൂടുതൽ ശക്തമായ സഫ്രാൻ GTR ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ഇരട്ട എഞ്ചിൻ ഡെക്ക് അധിഷ്ഠിത യുദ്ധവിമാനവും ലഭിക്കും. വരും ദശകങ്ങളിൽ ഇന്ത്യ അതിന്റെ മുൻനിര യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നത് 120-140 KN എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും. അതേപോലെ തന്നെ 2040 ആകുമ്പോഴേക്കും തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ 25%മെങ്കിലും 5ാം തലമുറ പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാനും 42 സ്ക്വാഡ്രണുകളുടെ അംഗീകൃത ശക്തി കൈവരിക്കാനും ലക്ഷ്യമിട്ട് ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ യുദ്ധവിമാനങ്ങളുടെ ആധുനികവൽക്കരണത്തിനായി ഒരു അഭിലാഷ പാതയും ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വിദേശത്ത് നിന്നുള്ള സ്റ്റെൽത്ത് ഫൈറ്ററുകളുടെയും അതേപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെയും സന്തുലിതമായ മിശ്രിതത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഈ ലക്ഷ്യം സ്ഥിതി ചെയ്യുന്നത്. 1996-ൽ 41 സ്ക്വാഡ്രണുകൾ മാത്രമായിരുന്നു പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ 31 സ്ക്വാഡ്രണുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. MiG-21 ബൈസൺ പോലുള്ള കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ വിരമിക്കുന്നതിനാൽ വ്യോമസേന ഗുരുതരമായ ഒരു കുറവ് നേരിടുന്നുണ്ട്. അവസാനത്തെ 2 MiG-21 സ്ക്വാഡ്രണുകൾ 2025-ന്റെ അവസാനത്തോടെ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇത് 1965-ലെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ശക്തിയായ 29 സ്ക്വാഡ്രണുകളായി കുറയാനുള്ള സാധ്യതയുണ്ട്.
MiG-21, ജഗ്വാർ, മിറാഷ് 2000, MiG-29 എന്നിവ സമയബന്ധിതമായി മാറ്റി സ്ഥാപിക്കാതെ ഇത് വിരമിക്കുകയാണെങ്കിൽ ഈ കുറവ് ചൈനയുടെ, അതായത് ചൈനയ്ക്ക് ഇപ്പോൾ 66 സ്ക്വാഡ്രണുകൾ, അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ 25 സ്ക്വാഡ്രണുകൾ എന്നിവരിൽ നിന്നുള്ള ഒരു വലിയ ഭീഷണിയായിരിക്കും ഇപ്പോൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഭീഷണിയെ നേരിടാൻ പുനർനിർമ്മിക്കാനും നവീകരിക്കാനുമുള്ള വ്യോമസേനയുടെ ഒരു റോഡ് മാപ്പിന്റെ അടിയന്തര അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. 18 മുതൽ 20 വിമാനങ്ങൾ അടങ്ങുന്ന 42 സ്ക്വാഡ്രണുകളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളിലുമുള്ള യുദ്ധ സാഹചര്യത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സ്ക്വാഡ്രണുകളാണ് ഇവ. 2025 ജനുവരിയിലെ കണക്കനുസരിച്ച് വ്യോമസേനയുടെ യുദ്ധ കപ്പലുകളുടെ എണ്ണം 31 തേജസ് മാർക്ക് 1A, തേജസ് മാർക്ക് 2, മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് തുടങ്ങിയ പ്രധാന പ്രോഗ്രാമുകൾ കൃത്യസമയത്ത് പ്രവർത്തിച്ചാലും 2035 ആകുമ്പോഴേക്കും 35 മുതൽ 36 സ്ക്വാഡ്രണുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. 2035 ലക്ഷ്യമിട്ടിരുന്ന 42 സ്ക്വാഡ്രണുകളുടെ പൂർണ്ണ ലക്ഷ്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ സംഭരണത്തിലെ കാലതാമസവും ഉൽപാദന തടസ്സങ്ങളും കാരണം ഇപ്പോൾ 2040 മാറ്റിയിരിക്കുകയാണ്. 2040 ആകുമ്പോഴേക്കും 42 സ്ക്വാഡ്രണുകൾ എന്ന നിലയിൽ വ്യോമ പ്രതിരോധം സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് അടുത്ത 15 വർഷത്തിനുള്ളിൽ 400-ലധികം പുതിയ യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയിലേക്ക് ഉൾപ്പെടുത്തേണ്ടത്. തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ പ്ലാറ്റ്ഫോമുകൾ സംയോജിപ്പിച്ച് ഏകദേശം 150 ജെറ്റുകളുടെ വിരമിക്കൽ നികത്തേണ്ടതുണ്ട്. 2040 ആകുമ്പോഴേക്കും കുറഞ്ഞത് 25%, ഏകദേശം 10 മുതൽ 11 സ്ക്വാഡ്രണുകൾ അല്ലെങ്കിൽ 150 മുതൽ 220 വിമാനങ്ങൾ വരെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകളുള്ള ഒരു ഫ്ലീറ്റ് നിർമ്മിക്കാൻ ഇന്ത്യൻ വ്യോമസേന വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അമേരിക്ക, ചൈന, റഷ്യ പോലുള്ള എലൈറ്റ് വ്യോമസേനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കാം. 5ാം തലമുറ ജെറ്റുകൾ സർവീസിൽ ഇല്ലാത്ത നിലവിലെ ശൂന്യത പരിഹരിക്കാനും സാധിക്കും. ഇതിന്റെ എല്ലാം ഒരു മൂലക്കല്ലെന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി വികസിപ്പിച്ചെടുത്ത 25 ടൺ ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ ആണ്, അതായത് നമ്മുടെ AMCA. 2024 മാർച്ചിൽ 15,000 കോടി രൂപയ്ക്ക് പ്രോട്ടോടൈപ്പ് വികസനത്തിന് അംഗീകരിച്ച AMCA ലോ റഡാർ ക്രോസ് സെക്ഷൻ, ആന്തരിക ആയുധ ബേകൾ, സൂപ്പർ ക്രൂയിസ്, അഡ്വാൻസ്ഡ് സെൻസറുകൾ എന്നിവയുണ്ട്. ആദ്യ പറക്കൽ 2028 ലക്ഷ്യമിട്ടിരിക്കുന്നത്. 2025 സീരിയൽ ഉൽപാദനവും ആ വർഷം ആരംഭിക്കുന്ന 7 സ്ക്വാഡ്രണുകളുടെ ഇൻഡക്ഷനും, അതായത് ഏകദേശം 126 ജെറ്റുകൾ. AMCA മാർക്ക് 1 2 എണ്ണവും AMCA മാർക്ക് 2 5 എണ്ണവുമാണ്. അതിൽ മാർക്ക് 1-ൽ GF414 എഞ്ചിനുകളും മാർക്ക് 2-ൽ സ്വദേശി 110 KN എഞ്ചിനുമാണ് ഉപയോഗിക്കുക. AMCയുടെ സമയോചിതമായ പ്രവേശനം അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് ഇന്ത്യക്കിപ്പോൾ. എഞ്ചിൻ വികസനത്തിലോ ഉൽപാദനത്തിലോ ഉള്ള കാലതാമസം 25% ലക്ഷ്യത്തെ അപകടത്തിലാക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അതേപോലെ തന്നെ ഈ വിടവ് നികത്തുന്നതിന് വേണ്ടി ഒരു 5ാം തലമുറ വിദേശ എഞ്ചിൻ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. റഷ്യയുടെ Su-57 ആണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. 114 ജെറ്റുകൾക്കായുള്ള MRFA പ്രോഗ്രാമിൽ റാഫേൽ, F-15EX അല്ലെങ്കിൽ യൂറോ ഫൈറ്റർ പോലുള്ള മത്സരാർത്ഥികളുമുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും CAATSA പോലുള്ള ഉപരോധങ്ങളും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും Su-57 സഹനിർമ്മാണത്തിനും സാങ്കേതികവിദ്യ കൈമാറ്റത്തിനുമായി റഷ്യ മുന്നോട്ടെത്തിയിട്ടുമുണ്ട്. റഷ്യയുമായുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഹൈബ്രിഡ് സമീപനം IAF-ന്റെ സാങ്കേതിക തുല്യത നിലനിർത്തുന്നു എന്ന് ഉറപ്പാക്കുന്നു. 2040 ആകുമ്പോഴേക്കും AMCA 3 മുതൽ 4 വരെ വിദേശ സ്ക്വാഡ്രണുകൾ ഉപയോഗിച്ച് ബൾക്ക് രൂപീകരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും AMCA പ്രോഗ്രാമും ജെറ്റ് എഞ്ചിനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.